വലിയ കള്ളന്മാർ ഒളിച്ചിരുന്നുകൊണ്ട് ചെറിയ മീനുകളെ ഇട്ടുകൊടുത്ത് രസിക്കുകയാണല്ലേ. മസാലക്കഥകളുടെ കാലം കഴിഞ്ഞു. CPMന്റെ സ്വർണ്ണക്കടത്ത് വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. സുപ്രധാന നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ വാസുവും പത്മകുമാറും ജയശ്രീയും ഒക്കെ ചെന്ന് നിൽക്കുന്നത് CPM എന്ന ഒറ്റ പാർട്ടിയിലേക്കാണ് എന്ന് ഓർക്കണം. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജയശ്രീയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് SITയുടെ നിഗമനം. ജയശ്രീയുടെ ആരോഗ്യസ്ഥിതി ചോദ്യം ചെയ്യലിന് തടസ്സമാകില്ല എന്ന വിലയിരുത്തലുമുണ്ട്. ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യുക. കേസിൽ ജയശ്രീ നിർണായക കണ്ണിയാണ് എന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനം എത്തിക്കഴിഞ്ഞു. ക്ഷേത്രം വക വസ്തുക്കളുടെ കസ്റ്റോഡിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ജയശ്രീ. ദേവസ്വം സെക്രട്ടറി ചീഫ് അഡ്മിനിസ്ട്രേറ്ററാണ്. ആ ചുമതല കൂടി വഹിച്ചിരുന്ന ആളാണ് ജയശ്രീ. അതുകൊണ്ട് തന്നെ ക്ഷേത്രവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് നിഗമനം. 35 വർഷത്തെ സർവീസ് ഉള്ള ആളാണ് ജയശ്രീ. ഗൂഢാലോചനയിൽ പങ്കുള്ളത് കൊണ്ടാണ് സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ട് പോലും അത് തിരുത്തുവാൻ ജയശ്രീ തയ്യാറായില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ സുപ്രധാന കണ്ടെത്തൽ. അതേസമയം അന്വേഷണ സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനാണ് നീക്കം. സ്വർണ്ണക്കൊള്ള കേസിൽ N വാസുവും മുരാരി ബാബുവും ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മറ്റൊരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നീക്കം കൂടി നടക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ഇതിന് എതിർവാദം അവതരിപ്പിക്കാനുള്ള സമയം പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. EDയുടെ അപേക്ഷയും SITയുടെ എതിർവാദവും ഈ മാസം 10-ന് കോടതി പരിഗണിക്കും. കേസിലെ FIRഉം അനുബന്ധ രേഖകളും ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ED ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും തുടർന്ന് വിജിലൻസ് കോടതിയെ സമീപിക്കണം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനിടയിൽ മുൻ തിരുവാഭരണം കമ്മീഷൻ KS ബൈജുവിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി 14 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ബൈജുവിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നേരത്തെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് ബൈജു ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം തേടിയിരിക്കുകയാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജികൾ ഡിസംബർ 11-ലേക്ക് വിശദമായ വാദം കേൾക്കുന്നതിനായിട്ട് ഹൈക്കോടതി മാറ്റിവെച്ചു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലാണ് മുരാരി ബാബു പ്രതിയാകുന്നത്. 2 കേസുകളിലും കസ്റ്റഡി കാലാവധി തീർന്നതുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പ്രവേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2 കേസുകളിലും ജാമ്യം തേടി മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.